പ്രിയപ്പെട്ട പ്രേക്ഷകരെ, വളരെ പ്രധാനപ്പെട്ട വിധിയിലേക്ക് നമ്മൾ പോകുന്നു. ഇഡിക്ക് തുടരാം. ഇഡിക്ക് CMRL കേസിൽ അന്വേഷണം തുടരാമെന്നുള്ള പ്രധാന വാർത്ത ഫസ്റ്റ് ഓൺ റിപ്പോർട്ടർ ആദ്യം പ്രേക്ഷകരെ അറിയിക്കുന്നു. ഇഡിക്ക് CMRL കേസിൽ അന്വേഷണം തുടരാം. സിംഗിൾ ബെഞ്ച് വിധി ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് ശരിവച്ചിരിക്കുന്നു. CMRLുമായി ബന്ധപ്പെട്ട ഈ കള്ളപ്പണ ഇടപാടിൽ ഈ ഇഡിക്ക് അന്വേഷണം തുടരാം. ഇഡിക്ക് പച്ചക്കൊടി, ഗ്രീൻ സിഗ്നൽ എന്നുള്ള വിവരമാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. സിംഗിൾ ബെഞ്ച് വിധി ശരിവച്ചിരിക്കുന്നു. തുടർ നീക്കത്തിന് ഇഡി CMRLനും വീണ ടിക്കും കുരുക്കാവുന്ന ഒരു തീരുമാനമാണ് ഇപ്പോൾ ഉണ്ടാകുന്നത്. വളരെ പ്രധാനപ്പെട്ട വിധിയാണ്. CMRL കൊടുത്ത അപ്പീലിലാണ് ഇപ്പോൾ വിധി വന്നിരിക്കുന്നത്. ശ്യാം ദേവരാജ്, CMRLനെതിരായ ഇഡി അന്വേഷണം തുടരാം. സിംഗിൾ ബെഞ്ച് വിധി ശരിവച്ചിരിക്കുന്നു എന്നുള്ളതാണ്. ഇപ്പോൾ ഇഡി അന്വേഷണം തുടരാം. വീണയ്ക്ക് സമൻസ് പോകുമോ എന്നുള്ളതാണ് അടുത്തത് അറിയേണ്ടത്. രാഹുൽ നവീൻ ഇപ്പോൾ കൊച്ചി തന്നെയുണ്ട്. സായി നമുക്കൊപ്പമുണ്ട്. സായി, സിംഗിൾ ബെഞ്ച് വിധി ശരിവച്ചിരിക്കുന്നു. ഇഡി അന്വേഷണം തുടരാവുന്നതാണ് എന്നതാണ്. എന്നാൽ CMRL കോടതിയിൽ പറഞ്ഞിരിക്കുന്ന വാദങ്ങൾ ഒരു ഷെഡ്യൂൾഡ് ഒഫൻസ് ഇതിൽ ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ്. ആ വാദം തള്ളിക്കൊണ്ടാണ് ഡിവിഷൻ ബെഞ്ച് ഇപ്പോൾ ഉത്തരവിട്ടിരിക്കുന്നത്. ഇഡിക്ക് അന്വേഷണം തുടരാമെന്നുള്ളതാണ്. എന്തെങ്കിലും ഉപാധികളോ മറ്റോ പറയുന്നുണ്ടോ? അതല്ല ഇഡിക്ക് അന്വേഷണം തുടരാമെന്ന ഒറ്റവാക്കിൽ വിധിയാണോ? ഡോക്ടർ അരുൺ, ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം CMRLനെ സംബന്ധിച്ച് ഇരട്ട തിരിച്ചടിയാണ് അല്പസമയം മുമ്പ് ഹൈക്കോടതിയിൽ ഉണ്ടായത്. അത് ഒന്നാമത്തേത്, CMRL സിംഗിൾ ബെഞ്ച് വിധി ചോദ്യം ചെയ്ത് CMRL നൽകിയ അപ്പീൽ ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് തള്ളിയിരിക്കുന്നു. മാത്രമല്ല, ഇഡിക്ക് അന്വേഷണവുമായി മുന്നോട്ട് പോകാം. ECIR രജിസ്റ്റർ ചെയ്ത നടപടി ശരിയാണ് എന്ന് ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് വ്യക്തമാക്കുന്നു. മാത്രമല്ല, സിംഗിൾ ബെഞ്ച് വിധിയിൽ ഇടപെടേണ്ടതില്ല എന്നാണ് ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചിന്റെ വിധി. രണ്ടാമത്തേത്, ഈ വിധി പ്രസ്താവം പൂർത്തിയായപ്പോൾ തന്നെ CMRL ആവശ്യപ്പെട്ട കാര്യം 2 ആഴ്ചത്തേക്ക് തൽക്കാലത്തേക്കെങ്കിലും അപ്പീൽ നൽകുന്ന കാലയളവിലേക്ക്, സുപ്രീം കോടതിയിൽ അപ്പീൽ നൽകുന്ന കാലയളവിലേക്ക് അന്വേഷണം തടയണം എന്നൊരു ആവശ്യം ഡിവിഷൻ ബെഞ്ചിന് മുന്നിൽ CMRLന്റെ അഭിഭാഷകൻ ഉന്നയിച്ചു. ഈ വാദവും ഹൈക്കോടതി തള്ളുകയാണ്. ഈ ആവശ്യവും ഹൈക്കോടതി തള്ളുകയാണ്. അത്തരമൊരു ഇടക്കാല ഉത്തരവ് നൽകാൻ കഴിയില്ല എന്ന് ഹൈക്കോടതി വ്യക്തമാക്കുന്നു. അതായത് ഇന്ന് ഒരു വിധി പറയുമ്പോൾ അത് CMRLനെ സംബന്ധിച്ച് ഇരട്ട തിരിച്ചടിയാണ്. CMRLന്റെ ദുരൂഹമായ സാമ്പത്തിക ഇടപാടുകളിൽ, അത് CMRL എക്സാലോജിക് കരാർ ഉൾപ്പെടെയുള്ള ദുരൂഹമായ സാമ്പത്തിക ഇടപാടുകളിലെല്ലാം ഇഡിക്ക് അന്വേഷണം നടത്താം. ആ അന്വേഷണവുമായി മുന്നോട്ട് പോകാം. അതിൽ നിയമപരമായി യാതൊരു തടസ്സങ്ങളുമില്ല. അത് സിംഗിൾ ബെഞ്ചിന്റെ ഉത്തരവ് അന്വേഷണമാകാം. അന്വേഷണവുമായി മുന്നോട്ട് പോകാൻ ഇഡിക്ക് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന് അനുമതി നൽകുന്ന സിംഗിൾ ബെഞ്ചിന്റെ അനുമതി ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് ശരിവയ്ക്കുകയാണ്. സിംഗിൾ ബെഞ്ച് വിധിയിൽ ഇടപെടേണ്ടതില്ല എന്നാണ് ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് വ്യക്തമാക്കുകയും ചെയ്യുന്നത്. അപ്പീൽ കാലയളവിലേക്ക്, അതായത് 2 ആഴ്ചയെങ്കിലും സാവകാശം വേണം. അതുവരെയെങ്കിലും അന്വേഷണം തടയണമെന്ന് CMRL ഈ വിധി പ്രസ്താവനത്തിന് തൊട്ടു പിന്നാലെ ഹൈക്കോടതിയിൽ ആവശ്യപ്പെടുന്നുണ്ട്. അതായത് ശ്യാം ദേവരാജ്, നേരത്തെ ഈ വെള്ളിയാഴ്ച ഇന്ന് വിധി പറയുന്നതുവരെ തുടർ നടപടികൾ പാടില്ല എന്നതായിരുന്നു ഇഡി പറഞ്ഞിരുന്നത്. ഇപ്പോൾ ഇതാ വിധി വരുന്നതോടുകൂടി ഇഡിക്കിനി തുടർ നടപടികളിലേക്ക് നീങ്ങാം. വീണയ്ക്ക് സമൻസ് അയക്കാം. ഈ CMRL റെയ്ഡ് ചെയ്തപ്പോൾ കണ്ടെത്തിയിരിക്കുന്നവയിൽ CMRLുമായി ബന്ധപ്പെട്ട 12 പേർ ഈ കേസിൽ പ്രതികളുണ്ട്. അതായത് SFIO രജിസ്റ്റർ ചെയ്ത കേസിൽ പ്രതികളുണ്ട്. ആ 12 പേർക്കെതിരെയും വേണമെങ്കിൽ ഇപ്പോൾ ഇഡിക്ക് നോട്ടീസ് അയച്ചവരെ വിളിച്ചു വരുത്താം. ഇനി ഒരു തടസ്സവും ഇഡിക്ക് മുന്നിലില്ല. CMRLനെ സംബന്ധിച്ച് കനത്ത തിരിച്ചടി ഇന്ന് ഉണ്ടാകുന്നു. അത് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറെ സംബന്ധിച്ച് CMRL ഈ അപ്പീലിൽ ഉയർത്തിയ വാദം ഇതൊരു അധികാരപരിധി ലംഘിച്ചുള്ള അന്വേഷണമാണ് എന്നതാണ്. അതായത് ഒരു പ്രെഡിക്കേറ്റ് ഒഫൻസ് ഇല്ലാതെ, ഷെഡ്യൂൾഡ് ഒഫൻസ് ഇല്ലാതെ ഇത്തരം ഒരു കുറ്റകൃത്യത്തിലേക്ക് ഇഡിക്ക് അന്വേഷണം നടത്താൻ കഴിയില്ല എന്ന വാദമാണ് CMRL വാദമായി ഉന്നയിച്ചത്. പക്ഷേ ആ വാദം കോടതി തള്ളുകയാണ്. കോടതി പരിഗണിച്ച ഏറ്റവും ഒന്നാമത്തെ വിഷയം, അതായത് ഒറ്റ ചോദ്യമാണ്. ആ ഒറ്റ ചോദ്യം എന്നത് ഒരു ECIR FIR രജിസ്റ്റർ ചെയ്ത PMLA നിയമപ്രകാരം അന്വേഷണം നടത്താൻ ഇഡിക്ക് കഴിയുമോ എന്ന ചോദ്യം, നിയമപരമായ ചോദ്യം കോടതി പരിശോധിക്കുന്നു. അതിൽ അങ്ങനെ അന്വേഷണം നടത്താമെന്ന് കോടതി കണ്ടെത്തുകയും ചെയ്യുന്നു. ഡിവിഷൻ ബെഞ്ച് കണ്ടെത്തുകയും ചെയ്യുന്നു. അതാണ് കോടതിക്ക് മുന്നിലുണ്ടായിരുന്ന ഏക നിയമപരമായ ചോദ്യം. അതിൽ ഇഡിയെ സംബന്ധിച്ച് ആശ്വാസകരമാകുന്ന, ഇഡിക്ക് അന്വേഷണവുമായി മുന്നോട്ട് പോകാൻ കഴിയുന്ന രീതിയിലുള്ള മറുപടിയാണ് അല്ലെങ്കിൽ ഉത്തരമാണ് ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചിൽ ഞാൻ ശ്യാം ഒന്ന് ശരണിലേക്ക് പോയി വരട്ടെ. ശരൺ, ഇനിയിപ്പോൾ ഇഡിക്ക് മുന്നിൽ തടസ്സങ്ങളില്ല. CMRLനെതിരെയും എക്സാലോജിക്കുമായി ബന്ധപ്പെട്ടും അന്ന് റെയ്ഡ് നടത്തിയ 12 ഇടങ്ങളിലും തുടരന്വേഷണം നടത്താൻ ഇഡിക്ക് ഒരു ബുദ്ധിമുട്ടുമില്ല. ഇഡിയുടെ തലവൻ ഇപ്പോൾ കൊച്ചിയിലുണ്ട് എന്നുള്ളതാണ്. വിധി തങ്ങൾക്ക് അനുകൂലമാകുമെങ്കിൽ കടുത്ത നീക്കത്തിലേക്ക് ഇഡി കടക്കുന്നു എന്ന സൂചനകൾ കൂടി വരുന്നുണ്ട്. എന്താണ് ഇഡിയുടെ ഭാഗത്തു നിന്നുള്ള അടുത്ത നീക്കം, ശരൺ?
അരുൺകുമാർ, ഇപ്പോൾ യാതൊരുവിധ തടസ്സവും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന് ഈ കേസുമായി ബന്ധപ്പെട്ട് ഇല്ല. അതുകൊണ്ട് തന്നെ അവർക്ക് ഈ തുടർ നടപടികളുമായി വേഗത്തിൽ തന്നെ മുന്നോട്ട് പോകാൻ കഴിയും. അല്പസമയത്തിനകം തന്നെ ED ഡയറക്ടറായ രാഹുൽ നവീൻ ഞാൻ നിൽക്കുന്ന കൊച്ചി സോണൽ ഓഫീസിലേക്ക് എത്തും. അതിനുശേഷമാണ് ഉന്നതതല യോഗം ചേരുക. സ്വാഭാവികമായിട്ട് ഇത്തരത്തിൽ ഹൈക്കോടതിയിൽ നിന്ന് അനുകൂലമായ ഉത്തരവ് വന്ന സാഹചര്യത്തിൽ വീണ ടി അടക്കമുള്ളവർക്ക് എന്നത്തേക്ക് സമൻസ് നൽകണമെന്ന നിലയിൽ ഇന്ന് തന്നെ തീരുമാനമുണ്ടാകുമെന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും CMRLുമായി ബന്ധപ്പെട്ടുള്ള മുഴുവൻ സാമ്പത്തിക ഇടപാടുകൾ സംബന്ധിച്ചും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അന്വേഷണം ഊർജിതമാക്കിയിരിക്കുകയായിരുന്നു. 182 കോടിയുടെ സാമ്പത്തിക ഇടപാടുകളാണ്, അനധികൃത സാമ്പത്തിക ഇടപാടുകളാണ് CMRL നടത്തിയിരുന്നത്. അതുമായി ബന്ധപ്പെട്ടാണ് 242 അക്കൗണ്ടുകൾ ഈ റെയ്ഡിന് പിന്നാലെ ഫ്രീസ് ചെയ്തിരുന്നത്. അതിലായിട്ട് 18 കോടി രൂപയാണ് ഉണ്ടായിരുന്നത്. എന്തായാലും ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം വീണ ടിയെ കേന്ദ്രീകരിച്ച് കൂടുതൽ അന്വേഷണത്തിലേക്ക് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് നീങ്ങിയിരിക്കുന്നു എന്നുള്ളതാണ്. നേരത്തെ 12 ഇടങ്ങളിൽ ഒരേ സമയം 12 ഇടങ്ങളിൽ റെയ്ഡുകൾ നടത്തിയതിന് പിന്നാലെ വീണ ടിയുടെ HDFC ബാങ്കിലെ അക്കൗണ്ട് ED മരവിപ്പിച്ചിരുന്നതാണ്. ആ ബാങ്ക് അക്കൗണ്ടിൽ ഉണ്ടായിരുന്നത് 1.5 ലക്ഷം രൂപയാണ്. എന്നാൽ അതിനപ്പുറം കഴിഞ്ഞ കാലയളവിൽ ഈ അക്കൗണ്ടിൽ നിന്ന് പിൻവലിച്ച പണം അത് എന്തിനൊക്കെ വേണ്ടി ഉപയോഗിച്ചു എന്നതിൽ വ്യക്തത വരുത്താനുള്ള അന്വേഷണത്തിലേക്ക് ED കടന്നിരിക്കുകയാണ്. ഇതോടൊപ്പം തന്നെ ഈ അക്കൗണ്ടുമായി ബന്ധപ്പെട്ട ഒരു ലോക്കറുണ്ട്. ആ ലോക്കർ തുറന്നു പരിശോധിക്കാൻ കൂടി ED തീരുമാനിച്ച ഘട്ടത്തിലാണ് നേരത്തെ തുടർ നടപടി, അതായത് CMRLനെതിരെ തുടർ നടപടികൾ പാടില്ല എന്നുള്ള ഹൈക്കോടതി നിർദ്ദേശം വന്നിരുന്നത്. ഇന്ന് അതിൽ ഉത്തരവ് പുറപ്പെടുവിക്കാൻ മുന്നോടിയായിട്ടാണ് അത്തരത്തിലൊരു നിർദ്ദേശം കോടതി നൽകിയിരുന്നത്. പക്ഷേ കോടതി പറഞ്ഞിരുന്നത് TV പ്രസാദിനോട് പോയി വരട്ടെ. TV പ്രസാദ്, ഏറ്റവും പ്രസക്തമായ ചോദ്യം, വീണയെ ഇനി ചോദ്യം ചെയ്യാൻ വിളിക്കുമോ? സമൻസ് കൊടുത്ത് എപ്പോഴത്തേക്ക് വിളിപ്പിക്കുമെന്നുള്ളതാണ്. മൊഴികൾ വളരെ പ്രധാനപ്പെട്ടതാണ്. അപ്പോൾ ഇനി ED നേരെ ആക്ഷനിലേക്ക് കടക്കുന്നു. ഇനി ഒരു തടസ്സവും EDക്ക് മുന്നിലില്ല. CMRL ആണെങ്കിൽ സുപ്രീം കോടതിയിൽ അപ്പീൽ നൽകുന്നതിനുള്ള സമയമെങ്കിലും അനുവദിക്കണമെന്ന് CMRL ആവശ്യപ്പെട്ടതും ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് പരിഗണിച്ചിട്ടില്ല. അതായത് ഈ നിമിഷം മുതൽ ED ആക്ഷൻ ഈസ് ബാക്ക് ഓൺ എന്ന് തന്നെയാണ് അതിന്റെ അർത്ഥം. വീണ ടിക്കെതിരെ സമൻസ് കൊടുക്കാം. CMRLലെ മറ്റുദ്യോഗസ്ഥർക്കെതിരെയും ഈ കേസുമായി ബന്ധപ്പെട്ട ആർക്കെതിരെയും നടപടി EDക്ക് തുടരാവുന്നതാണ് എന്നുള്ളതാണ്. അത് ആ അർത്ഥത്തിൽ വീണ ടിക്കും കുരുക്കായി മാറാൻ സാധ്യതയുണ്ടോ TV പ്രസാദ്? ഉറപ്പായും അരുൺ, അങ്ങനെ തന്നെ അതിനെ നമുക്ക് വിലയിരുത്തേണ്ടി വരും. കാരണം ഇത് 182 കോടി രൂപയുടെ അനധികൃത ഇടപാട് നടത്തി എന്ന CMRL കമ്പനിക്കെതിരായ കേസ് എന്നതിൽ ഉപരിയായിട്ട് രാഷ്ട്രീയം, കേരള രാഷ്ട്രീയം ഇത് ചർച്ച ചെയ്യുന്നത് മുൻ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൾക്ക് എതിരായ നീക്കം എന്നുള്ളത് കൂടിയാണ്. അതിൽ ഇല്ലാത്ത സർവീസിന്, കൊടുക്കാത്ത സർവീസിന് പണം കൈമാറിയിട്ടുണ്ട് CMRL എന്നതാണ് വീണ ടിയിലേക്ക് ഈ അന്വേഷണം മാറാനുള്ള കാരണവും നമ്മൾ കണ്ടതാണ്. നേരത്തെ വീണ ടിയുടെ വീട് എന്ന നിലയിലാണ് പിണറായി വിജയന്റെ വീട്ടിലേക്ക് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് സംഘം എത്തിയതും അവിടെ പരിശോധന നടത്തുകയും ചെയ്ത്, അങ്ങനെ പരിശോധന നടത്തുന്ന സമയത്ത് CPIM വലിയ പ്രതിരോധം തീർക്കുന്നതും നമ്മൾ കണ്ടതാണ്. അന്ന് CPIM നേതാക്കൾ എല്ലാവരും പറഞ്ഞത് പിണറായി വിജയന്റെ വീട്ടിലേക്ക് എത്തി എന്നതാണ്. പക്ഷെ പിന്നീട് പിണറായി വിജയൻ തന്നെ വാർത്താ സമ്മേളനം നടത്തി പറഞ്ഞു, എന്നോടൊന്നും ചോദിച്ചിട്ടില്ല, മകളോട് മാത്രമാണ് കാര്യങ്ങൾ ചോദിച്ചത് എന്ന് വ്യക്തമാക്കുകയും ചെയ്തു. പക്ഷെ ഈ സാഹചര്യം അരുൺ, EDക്ക് സർവതന്ത്ര സ്വതന്ത്രരായി ഈ കേസിൽ ഇനിയിപ്പോൾ അന്വേഷിക്കാം. അങ്ങനെ അന്വേഷിക്കുമ്പോൾ അവരുടെ ആദ്യഘട്ടങ്ങളിൽ ഒന്ന് അത് വീണ ടിക്ക് സമൻസ് കൊടുക്കുക എന്നുള്ളത് തന്നെയാണ്. അടുത്ത നീക്കം അത് എപ്പോഴത്തേക്കാണ് എന്നുള്ളത് തന്നെയാണ് എല്ലാവരും ഉറ്റുനോക്കുകയും ചെയ്യുന്നത്. മതിയായ ഒരു മറുപടി കൊടുക്കാൻ ഇതുവരെയും വീണ ടിക്ക് കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് ഇപ്പോഴും ആ കേസിലെ ദുരൂഹത ഉയർത്തുകയും ചെയ്യുന്നത്. ആകെ കൈമാറിയ 182 കോടിയിലേറെ രൂപ അത് അനധികൃതമാണെന്ന് കണ്ടെത്തിയതോടുകൂടിയാണ് ആദായ നികുതി വകുപ്പിന്റെ ഇൻട്രീം സെറ്റിൽമെന്റ് ബോർഡ് പിന്നീട് നടപടിയായി മാറുന്നതും പിന്നീട് നിരവധി പേരുകൾ അതിന്റെ ഭാഗമായി വരുന്നതും. ആ സമയത്ത് കണ്ടെടുത്ത ഡയറിയിൽ ഇപ്പോഴത്തെ UDF നേതാക്കളുടെ ഉൾപ്പെടെ പേരുള്ള വിവരമുണ്ട് എന്നുള്ളത് തന്നെയാണ്. ഒരു തടസ്സവുമില്ല ഇനി ഈ അന്വേഷണത്തിന് മുന്നോട്ട് പോകാൻ എന്നുള്ളതാണ്. TV പ്രസാദ്, തിരിച്ചു വരാം. നമുക്കിപ്പം ശ്യാം ദേവരാജ് കൂടിയുണ്ട്. ശ്യാം ദേവരാജ്, അപ്പീൽ നൽകാനുള്ള സാവകാശം പോലും CMRL നൽകുന്നില്ല. അഥവാ അപ്പീൽ നൽകാൻ അന്വേഷണം 2 ആഴ്ചത്തേക്ക് തടയണമെന്ന ആവശ്യം ഇപ്പോൾ ഡിവിഷൻ ബെഞ്ച് നിരാകരിച്ചിരിക്കുകയാണ്. അതിന്റെ അർത്ഥം ഈ നിമിഷം മുതൽ EDക്ക് ആക്ട് ചെയ്ത് തുടങ്ങാം എന്നുള്ളതാണ്. അതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഇനി ED സുപ്രീം കോടതിയിലേക്ക് പോവുകയാണ്. മറ്റൊരു കാര്യമുള്ളത്, EDക്കെതിരെ സുപ്രീം കോടതിയിലേക്ക് CMRL തീർച്ചയായിട്ടും അപ്പീൽ പോകാൻ സാധ്യതയുണ്ട്. പക്ഷേ വീണ ടിക്ക് ഇനി ഹൈക്കോടതിയിൽ അപ്പീലുമായി പോവുക സാധ്യമാണോ?
വീണ ടിയെ സംബന്ധിച്ച കേസുകൾ കൈകാര്യം ചെയ്യുന്ന ഏതെങ്കിലും ഉത്തരവുകൾ കൈകാര്യം ചെയ്ത് കേരള ഹൈക്കോടതിയിലല്ല, അത് കർണാടക ഹൈക്കോടതിയിലാണ്. പ്രത്യേകിച്ചും സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസിന്റെ അന്വേഷണം ചോദ്യം ചെയ്താണ് വീണ ടി നേരത്തെ 2024 കർണാടക ഹൈക്കോടതി സമീപിച്ചത്. അന്ന് അവിടുന്ന് തിരിച്ചടിയായിരുന്നു ഫലം. പിന്നീടൊരു അപ്പീൽ നൽകിയെങ്കിലും SFI അന്വേഷണത്തിനെതിരെ അപ്പീൽ നൽകിയെങ്കിലും അത് കർണാടക ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചിന്റെ പരിഗണനയിലാണ്. ഇവിടെ വീണ ടി ഏതെങ്കിലും രീതിയിലുള്ള നടപടികൾ നിലവിൽ ഹൈക്കോടതിയിൽ ചോദ്യം ചെയ്തിട്ടുമില്ല. പക്ഷേ CMRL സംബന്ധിച്ച് ഇന്ന് ഇരട്ട തിരിച്ചടിയാണ് എന്ന് പറയാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഒന്ന്, CMRL നൽകിയ അപ്പീൽ ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് തള്ളുകയാണ്. EDക്ക് അന്വേഷണവുമായി മുന്നോട്ട് പോകാം. ECI രജിസ്റ്റർ ചെയ്ത നടപടിയെ ഹൈക്കോടതി ശരിവെക്കുന്നുണ്ട്. സിംഗിൾ ബെഞ്ചിന്റെ ഉത്തരവ് റദ്ദാക്കണമെന്ന ആവശ്യം ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് തള്ളുന്നു. സിംഗിൾ ബെഞ്ചിന്റെ വിധിയിൽ ഇടപെടാനില്ല എന്നാണ് ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് വ്യക്തമാക്കുന്നത്. രണ്ടാമത്തെ കാര്യം, CMRLന് തിരിച്ചടിയേൽക്കാനുള്ള കാര്യം, ഈ വിധി പ്രസ്താവം പുറത്തുവരുന്നതിന് തൊട്ട് പിന്നാലെ തന്നെ CMRL ആവശ്യപ്പെടുന്ന ഒരു കാര്യം, അപ്പീൽ നൽകാൻ വേണ്ടി അന്വേഷണം, EDയുടെ അന്വേഷണം 2 ആഴ്ചത്തേക്ക് തടയണം എന്നതാണ്. തുടർ നടപടികൾ തടയണമെന്ന ആവശ്യമാണ്. പക്ഷേ ഈ ആവശ്യം ഹൈക്കോടതി അംഗീകരിക്കുന്നില്ല. നിങ്ങൾക്ക് അപ്പീൽ പോകാം, പക്ഷേ അന്വേഷണം തടയാനില്ല എന്ന് ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് ഉടൻ തന്നെ പ്രതികരിക്കുകയും ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ അന്വേഷണത്തെ സംബന്ധിച്ച് ഒരു നിയമ തടസ്സവുമില്ല, ഒരു സാങ്കേതിക തടസ്സവുമില്ല. അവർക്ക് അവരുടേതായിട്ടുള്ള നടപടികളെല്ലാം ആ രീതിയിൽ തന്നെ മുന്നോട്ട് പോവുകയും ചെയ്യാം. ഒരു നിയമപരമായ ഒരു തടസ്സവും CMRLന്റെ ദുരൂഹമായ ഇടപാടുകളിന്മേൽ അന്വേഷണം നടത്താൻ EDക്ക് മുകളിൽ ഇല്ല എന്നതാണ് EDയെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം.